തനിക്ക് ഹരിപ്രസാദുമായുള്ള കല്യാണം വേണ്ടെന്ന് അമ്മയോട് പറയുന്ന സുപ്രിയ. ആരെയും വഞ്ചിക്കാൻ താനില്ലെന്ന് സുപ്രിയ. ഹരിപ്രസാദിന്റെ വീട്ടിൽ കല്യാണക്കുറിക്കുള്ള മാറ്റർ എഴുതുന്ന അച്യുതൻ. അവിടെ എത്തുന്ന ഹരിപ്രസാദ്. സുപ്രിയ ഹരിപ്രസാദിനെ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. സുപ്രിയ വിളിച്ചതിൽ സംശയവുമായി ഹരിയുടെ വീട്ടുകാർ. ഹരിയുമായി നേരിൽ സംസാരിക്കുന്ന സുപ്രിയ. ചില രഹസ്യ വിവരങ്ങളുടെ രേഖകൾ ഹരിയെ കാണിക്കുന്ന സുപ്രിയ. അവിടെ എത്തുന്ന രവികുമാറും ജലജയും ഹരി കാണാതെ ആ രേഖകൾ കൈക്കലാക്കുന്നു. ജലജ ആ രേഖകളെപ്പറ്റി ചില കള്ളത്തരങ്ങൾ ഹരിയോട് പറയുന്നു. ഇനി തുടർന്ന് കാണുക. പ്രിയ. സുപ്രിയ മോളെ, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? അവിടെ വെച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറിൽ കേറില്ലായിരുന്നു. സോറി പ്രിയ. എന്ത് സോറി? സോറി പറയേണ്ടത് എന്നോടല്ല, ഹരിയോടാണ്. മോള് നിന്റെ ശരിയെക്കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് തോന്നി ശരി ചെയ്തു. മക്കളുടെ ഭാവിയുടെ കാര്യത്തില് അച്ഛനമ്മമാർക്ക് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നേ പറ്റൂ. അതാണ് അമ്മ ഇപ്പൊ പറഞ്ഞതാണ് ശരി. എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. എങ്ങനെയെങ്കിലും. ആ വാക്കിലുണ്ട് മകളുടെ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന്. കല്യാണം കഴിച്ചു വിടണം. പിന്നെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അങ്ങനെ ഏതോ ഒരുത്തിന്റെ കൂടെയല്ല ഞങ്ങൾ നിന്നെ പറഞ്ഞു വിടുന്നത്. ഏതർത്ഥത്തിൽ യോഗ്യനാണ് ഹരിപ്രസാദ്? ആ യോഗ്യത നേരിട്ടറിഞ്ഞ് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഹരിയുമായി ഒരു കൂടിക്കാഴ്ച വെച്ചത്. എന്നെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഒരാളാണോ എന്റെ വുഡ്ബി എന്ന് എനിക്കറിയണം. അതിനറിയിക്കേണ്ടതെല്ലാം അയാളെ അറിയിക്കണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്കും ഇല്ലേ? അതോ പേരൻസിന്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പേരൻസിന്റെ മാത്രം കുത്തകയാണോ? ഓഹോ, ഒരു മഹാന്റെ ഭാര്യയാവാനാണോ പ്രിയ ആഗ്രഹിക്കുന്നത്? മഹാനല്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയെങ്കിലും ആയിരിക്കും. ഇതൊക്കെ നിന്റെ മുൻവിധികളാ. ആരും പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് അല്ല. ഹരിപ്രസാദുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഇനി അത് അന്വേഷിക്കാൻ പോവാണോ? ആരും ഒന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. ആരെ കാണാനും പോകുന്നില്ല. നിശ്ചയിച്ചതുപോലെ കല്യാണം നടക്കും. ഹരിപ്രസാദിന്റെ നിലപാടിൽ മാറ്റം വന്നില്ലെങ്കിൽ കല്യാണം നടക്കും. അങ്ങനെ ഒരു തിരുത്ത് വേണം. ഇന്ന് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വന്നു. ഞാൻ ഉദ്ദേശിച്ചതെന്തോ അത് തടഞ്ഞു. എന്നോ ഇതുപോലെ തടയാൻ പറ്റുമോ? അതിന് നീ എവിടെ പോകുന്ന? ഹരിയെ കാണാൻ ഞാൻ ഇനിയും പോവും, സംസാരിക്കും. സുപ്രിയ. അതെ അച്ഛാ, അതിന് മാറ്റമില്ല. നീ ഞങ്ങളെ തോൽപ്പിച്ചേ അടങ്ങൂ. തോൽപ്പിക്കട്ടെ ജലജയെ. അവൾ ഹരിപ്രസാദിനെ കാണട്ടെ, എല്ലാം സംസാരിക്കട്ടെ. മനസാക്ഷിയാണല്ലോ അവൾക്ക് വലുത്. അങ്ങനെ മോള് പോയി ജയിച്ചു വരുമ്പോ ഇവിടെ കാണുന്നത് അച്ഛന്റെ ഡെഡ് ബോഡി ആയിരിക്കും. വെറുതെ ഒരു ആവേശത്തിന് പറയുന്നൊന്നുമല്ല. നീ കാരണം ഈ കല്യാണം നടക്കാതെ പോയാ അച്ഛമ്മനെ ജീവിച്ചിരിക്കില്ല. അത് സത്യമാ. അച്ഛൻ മാത്രമായിരിക്കില്ല യാത്രയാവുന്നത്, കൂടെ അമ്മയും കാണും. ഈ വാക്കിന് മാറ്റമില്ല. മോൾക്ക് നീ സ്വന്തം തീരുമാനത്തിലെത്താം. ആരും തടയാൻ വരുന്നില്ല. വാ ജലജേ.
1 മിനിറ്റിന്റെ വ്യത്യാസത്തിലാ അപകടം ഒഴിവായത്. ഒന്നും പറ്റിയില്ലല്ലോ? എന്തെങ്കിലും പറ്റാൻ വേണ്ടി മനഃപൂർവ്വം വണ്ടി ഇടിപ്പിക്കാൻ നോക്കിയതാണല്ലേ? 2 പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. എന്റെ ഡ്രൈവർ ഹോൺ അടിച്ചില്ല. ബൈക്കുകാരൻ ഏതോ പകൽക്കിനാവില വണ്ടി ഓടിച്ചിരുന്നത്. FIR അങ്ങനെയാണെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ ഉദയനൂര് വരെ പോവാൻ ഇറങ്ങിയതാ. യാത്ര തനിച്ചാക്കിയ എന്താ? ഇന്നെന്തോ നാടക ചർച്ച വെച്ചിട്ടുണ്ട്. JP വരും. ഉദയനൂരേക്ക് വെറുതെ പോകുന്നേ ഉള്ളോ? വെറുതെ ആണോന്ന് ചോദിച്ചാ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. മുത്തശ്ശിയുടെ മരണവുമായി ബന്ധപ്പെട്ട കോവിലകത്തൊരു കാര്യസ്ഥനുള്ളതറിയാലോ, ഭാസ്കരക്കുറുപ്പ്. ഭാസ്കരമാവന് ഈയിടെ ഒരു സംശയവുമായി വന്നു. മുത്തശ്ശിയുടെ മരണത്തിൽ അസ്വാഭാവികമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നുവെച്ചാ? മുത്തശ്ശി മരിച്ചതല്ല, ആരോ വക വരുത്തിയതാണെന്ന്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഭാസ്കരമാവൻ. വെറുതെ എന്തെങ്കിലും പറയുന്ന ആളല്ല. എന്നിട്ട് മറ്റാരുമായി നന്ദിനി ഇക്കാര്യം ഷെയർ ചെയ്തില്ലേ? എല്ലാരും അറിഞ്ഞു. പതിവ് പോലെ പല അഭിപ്രായങ്ങൾ. എല്ലാവരും ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ. ഇനി ഒരു പോലീസ് കേസ് എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളാണ്. ആ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന് നന്ദിനിക്ക് തോന്നുന്നുണ്ടോ? സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അതിനിടയിൽ മുത്തശ്ശിയുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതാരൊക്കെയാ? അമ്മാവൻ, അമ്മായി, പിന്നെ അശ്വിന്റെ അച്ഛൻ. ഓ, പ്രതാപവർമ്മയുണ്ടോ? എന്തെങ്കിലും രഹസ്യ അജണ്ട കാണും. അല്ലാതെ മൂപ്പര് ഇറങ്ങിത്തിരിക്കില്ല. ആരാണോ ട്രസ്റ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുന്നത് അവരുടെ മേലൊരു കണ്ണുണ്ടായിരിക്കുന്നത് നല്ലതാ. ഞാനൊരു കോമൺ സൈക്കോളജി പറഞ്ഞതാ. മുത്തശ്ശിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിഗൂഢതയുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരാണ് ട്രസ്റ്റിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ചെയ്തു പോയ തെറ്റിന് അഥവാ കൈപ്പഴയ്ക്കൊരു പ്രായശ്ചിത്തം. ഞാനൊരു സാധ്യത പറഞ്ഞതാ. അങ്ങനെ ആവണമെന്നില്ല. നന്ദനയുടെ മനസ്സിലിരുന്നാ മതി. എന്നാ ശരി, യാത്ര നടക്കട്ടെ. കല്യാണം എവിടം വരെയായി? ഓരോന്നും അതിന്റെ മുറയ്ക്ക് നടക്കുന്നു. രേണുകാമ്മ അച്ഛനും വലിയ സന്തോഷത്തിലായിരിക്കും. കമ്മിറ്റിയുടെ ചെയർമാൻ അച്യുതമ്മാവനാ. സുപ്രിയയെ വിളിക്കാറുണ്ടോന്ന് ചോദിക്കുന്നില്ല. എന്തിനാ വിളിക്കുന്നെന്ന് മറുചോദ്യം വരുമല്ലോ. ഞങ്ങൾ കണ്ടിരുന്നു. എന്നിട്ട് അപ്പോ ലോകത്ത് വിപ്ലവകരമായ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സുപ്രിയ മുൻകൈ എടുത്തിട്ടായിരിക്കും കൂടിക്കാഴ്ച നടന്നത്. അതെ, സുപ്രിയ ആള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ക്യാരക്ടർ ഉണ്ടായേക്ക്. പണ്ടെപ്പോഴോ റാബേസിന് പ്രതിരോധ വാക്സിൻ എടുത്തത് വരെ എന്നോട് വെളിപ്പെടുത്തി. ഒരു വലിയ കാര്യം പോലെ അവതരിപ്പിച്ചത്. വിശ്വസിക്കുക ആളിനെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ആ വിശ്വാസമാണ്. പരസ്പരം അറിയാതെ കുറെ നാളുകൾ പാഴാക്കിയ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കത് അടിവരയിട്ട് പറയാൻ കഴിയും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റൊന്നും വിചാരിക്കരുത്. സുപ്രിയ ഇങ്ങോട്ട് മനസ്സ് തുറന്നു, അയാളുടെ ഭാഗം ഓക്കെ ആയി. അങ്ങോട്ടോ പറയാൻ ചിലതുണ്ടല്ലോ. ഈ പ്രപ്പോസൽ മുറുകിയപ്പോ അതായിരുന്നു എന്റെ ഫസ്റ്റ് കണ്ടീഷൻ. നമ്മുടെ വിഷയം ഉൾപ്പെടെ എല്ലാം പെൺകുട്ടി അറിയണം. എനിക്ക് സംസാരിക്കേണ്ടി വന്നില്ല. ആ ദൗത്യം അമ്മ ഏറ്റെടുത്തു. സുപ്രിയയുടെ പ്രതികരണം എന്തായിരുന്നു? അയാളത് സില്ലിയായിട്ടാ കണ്ടത്. നന്നായി. അപ്പൊ ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാലോ. നമ്പർ തരാം, വേണമെങ്കിൽ ഒന്ന് വിളിച്ചോളൂ. ഇപ്പൊ വേണ്ട, സമയമുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞോട്ടെ. ആകെ ഇപ്പോ മനസ്സിനൊരു ശാന്തത തോന്നുന്നുണ്ട്. അത് മുഖത്തറിയുന്നുണ്ട്. പ്രതിശ്രുത വധുവിനെ സ്വപ്നം കണ്ട് ബൈക്ക് ഓടിച്ച് ഇപ്പൊ പ്രശ്നമാവുമായിരുന്നു. സ്വപ്നമൊന്നുമില്ല, അതൊക്കെ പണ്ടല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു.
ആ സ്വപ്നങ്ങളിൽ വേണ്ട സാർ, വേണ്ട. ഒരിക്കൽ വായിച്ചടച്ചു വെച്ച അധ്യായങ്ങൾ മറിച്ചു നോക്കണ്ട. ആ പുസ്തകം അതുപോലെ എടുത്ത് മാറ്റിവെച്ചേക്കാം. 21-ാം തീയതിക്ക് ശേഷം പഴയ ആ പുസ്തകത്തെ പറ്റി ഓർക്ക പോലും ചെയ്യരുത്. എപ്പോഴെങ്കിലും പറയാനായി കരുതി വെച്ചൊരു കാര്യമുണ്ട്. ഇതാണ് അതിനുള്ള അവസരം എന്ന് തോന്നുന്നു. ഹരിയേട്ടന്റെ ജീവിതത്തിൽ ഇനി സുപ്രിയ മാത്രമേ ഉള്ളൂ. മറ്റാരുമായും ഭാര്യയെ താരതമ്യം ചെയ്യരുത്. ഒരിക്കലും ഒരു കാര്യത്തിനും താരതമ്യം ഉണ്ടാവരുത്. ഞാനീ പറഞ്ഞത് റിക്വസ്റ്റ് ആയിട്ടല്ല, ആവശ്യപ്പെട്ടതാ. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. എത്ര രൂപയായി? 180. എന്ത്? എന്നാ പിന്നെ 200 തകയ്ക്കായിരുന്നില്ലേ? എടുത്തു കൊടുക്കും മോളെ. ആ പേഴ്സ് കൊണ്ട് എടുത്താ. നിങ്ങൾ തന്നെയല്ലേ എല്ലാം പറയുന്നത്? 200 ആളെ തേച്ചെടുത്തോളാം. കളിപ്പിക്കുക. ഇങ്ങോട്ട് കൊണ്ടിടവും. ഓരോന്ന് വന്നിരിക്ക ആളെ പറ്റിക്കേ. വാ മോളെ വാ. കാർത്തികേ, കാർത്തികേ വാ മക്കളെ. ഗുഡ് മോർണിംഗ്. ഉദയൻ സാർ ഒന്ന് വിളിക്കോ? ആരെ? ഉദയൻ സാറോ? അറിയില്ലേ? ഇവിടുത്തെ സാറാ. നിങ്ങൾ ആരെന്നാ ചോദിച്ചത്? ഓ അങ്ങനെ. എന്റെ പേര് മീനത്തേലു. ഉദയേട്ടനെ കാണുന്ന എന്തിനാ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സാറിനോട് പറയുമ്പോ നിങ്ങൾക്കും കേൾക്കാലോ. അതുപോരെ? അല്ലെങ്കിൽ ഞാൻ ഒരേ സംഗതി എത്ര പ്രാവശ്യം പറയണം? അച്ഛനെ വിളിക്ക്. അച്ഛനോ? ആരാ കുട്ടിയുടെ അച്ഛൻ? ഉദയൻ സാറിന്റെ മോളെ എങ്ങനെയാ വിളിക്കുന്നത്? അതിന്റെ കാര്യവും കാരണമൊക്കെ സാറ് പറഞ്ഞുതരും. എന്താ ആന്റി? ഈ കൊച്ചിന്റെ ഫോട്ടോയാ ഞാൻ ഉദയേട്ടന്റെ ഫോണിൽ കണ്ടത്. സാറിന് ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ മോളെ? ശരി നല്ലമ്മേ. അല്ല, രണ്ടുപേരും കേറി വാ. ഉദയേട്ടനെ കാണാൻ വന്നതല്ലേ, വന്നാട്ടെ. ഇപ്പഴാ മോക്ക് വെളിവ് വന്നത്. ഉദയൻ സാറ് മാത്രല്ല, നന്ദനമോളെയും കാണണം. നന്ദനെയും അറിയാമോ? പിന്നെ അറിയാതെയാ? പക്ഷേ അവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല. ഇല്ലേ? പുറത്തു പോയിരിക്ക. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് തിരിച്ചു പോയാലോ മോളെ? ശരി നല്ലമ്മേ. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വരെ വന്നതല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. എന്തോന്ന് ചായ?
ചായ കുടിച്ചിട്ട് എന്താവാനാ? ഊണ് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. വാ 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 വാ. വീണ് കിട്ടിയ ഇരകളാ, പ്രയോജനപ്പെടുത്താമോന്ന് നോക്കാം. ആരാ പാർട്ടിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതൊക്കെ പിടിച്ചെടുക്കാം. വാ. മീനത്തേല് ഈ മോള് ഇതിന്റെ കുഞ്ഞമ്മ. ചുരുക്കി പറഞ്ഞ ഇത്രയും പേരെ വീട്ടിൽ താമസമല്ലേ? ചുരുക്കി പറഞ്ഞാലും വിസ്തരിച്ച് പറഞ്ഞാലും ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അല്ലാതെ അത് 4 ആവോ? ആവോന്ന്? അതെ, ഉദയേട്ടനുമായിട്ടുള്ള പരിചയം എന്താന്ന് പറഞ്ഞില്ല. അത് ഉദയൻ സാറ് പറയും. അതാണ് അതിന്റെ ശരി. അങ്ങനെ പിടിതരുന്ന കൂട്ടത്തിലൊന്നും അല്ല മീനത്തേരെന്ന് മനസ്സിലായി. എന്റെ സ്കൂളിലെക്കാരും പറയുന്നല്ലമ്മേ. അതാണ് സാറ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അതിനാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ മാസത്തെ വീട്ടുചെലവിനുള്ള കാശ് കിട്ടിയില്ല. അതൊന്നും സാരല്ല, എനിക്ക് ആടും കോഴിയും ഒക്കെ ഉണ്ട്. പക്ഷേ കാർത്തിയാനിക്ക് സ്കൂളിലേക്ക് ഒരു തുക സംഭാവന കൊടുക്കണം. കെട്ടിട പണിയാണ് പോലും. ഉദയൻ സാറിനോടല്ലാതെ ഞാൻ ആരോടാ പറയാ? വീട്ടാവശ്യത്തിന് ഉദയേട്ടൻ എല്ലാ മാസവും എത്ര രൂപ വെച്ച് തരും? അത് സാറ് പറയല്ലോ മോളെ. കഴിഞ്ഞ മാസം ഇവർക്കുള്ള കാശങ്ങ് എത്താത്തെന്താന്ന് മീനത്തേലിന് മനസ്സിലായില്ല. കേട്ടോ കാർത്തികേ? എനിക്ക് മനസ്സിലായി. എന്താ കാരണം? നന്ദന. ആ മോളെ എന്ത് ചെയ്ത്? മോള് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ നന്ദനയെ പറ്റി. ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ മുട്ടൻ വഴക്കായിരുന്നു നിങ്ങളുടെ കാര്യം പറഞ്ഞു. തന്നെയോ? മീനത്തേലിനെ മോളെയും അപ്പൊ ഞങ്ങൾക്കറിയില്ലല്ലോ. അഴിഞ്ഞാട്ടക്കാരികൾക്ക് ചെലവിന് കൊടുക്കുന്നത് നിങ്ങളാണോന്ന് വരെ ഉദയേട്ടനോട് നന്ദന ചോദിച്ചു. ഈ അഴിഞ്ഞാട്ടക്കാരിന്ന് വെച്ചെന്താ? ആ, അതൊക്കെയുണ്ട്. മോൾക്ക് കൊറേ കഴിയുമ്പോ അത് മനസ്സിലാവും. അതെ, ഉദയൻ സാറിന്റെ ഭാര്യ ഒരു പാവാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാവരും അങ്ങനെ വിചാരിക്കും. പുറമെ പാവൊന്ന് അഭിനയിക്കാൻ ബഹുമിടിക്കുക, ഉള്ളുകൊണ്ട് മഹാദുഷ്ടയാ. അല്ലെങ്കിൽ പാവപ്പെട്ട നിങ്ങളുടെ അന്നം മുടക്കാൻ നോക്കൂ. ഓ, അത് ശരി. ആ, ഇനി ചിരിച്ചോണ്ടങ്ങ് വരട്ടെ. 2 നല്ല വർത്താനം അവരെ മുഖത്ത് നോക്കി ഞാൻ പറയും. ഉദയൻ സാറിന്റെ ഭാര്യയാണെന്ന് ഞാൻ നോക്കൂല. ഈ മീനത്തേല് ഇടഞ്ഞാൽ ഇടഞ്ഞ മാതിരിയാ. മാറി നിൽക്ക്. അല്ല, ഇത് നല്ല വെള്ള. വേണമെങ്കിൽ നാരങ്ങ വെള്ളം വേണ്ട, ഇത് നല്ല വെള്ള. കാർത്തിയാനി, പശുക്കുട്ടിയെ വേണമെന്നുണ്ടോ കാർത്തിയാനിക്ക്? തരാനല്ലോ, ചുമ്മാ ചോദിക്കുന്നല്ലേ. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞില്ല. അതിനാണ്ടി ചോദിച്ചോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പറയുക? അതെ, ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. മോൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ കാർത്തിയാനി ഉദയേട്ടനെ അച്ഛന്നാ വിളിക്കുക. അപ്പോ അമ്മയെന്ന് വിളിക്കുന്നത് ആരെയാ? ദേ, ആരെയാന്ന് പറ. ദേ, അത് കേട്ടിട്ട് വേണം ആന്റിക്ക് ചെന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ. ആരാ കാർത്തിയാനിയുടെ അമ്മ? അവളെ പ്രസവിച്ച ആള്. അതെ, കൂടുതൽ കിഴിക്കണ്ട. എന്റെ കുട്ടിയെ പ്രസവിച്ച ആള് തന്നെയാണ് അവളുടെ അമ്മ. ഇനി എന്തെങ്കിലും അറിയണോന്ന്? എന്റെ കൊച്ചിന് പറ്റിക്കാൻ നോക്കാണില്ലേ? മോള് വാ, ഇങ്ങോട്ട് വാ.
ഐസ്ക്രീം ഉണ്ടാക്കാൻ വെച്ച വെള്ളല്ലേ അതങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞങ്ങളെ കൊച്ചിനെ ഐസ്ക്രീം വേണ്ട, കൊച്ചിനെ ഓരോന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് ന്യൂസ് പിടിക്കാൻ നടക്കുകയാണില്ലേ ന്യൂസ് പേപ്പർ ബോയ്.